ഹായ് ഫ്രണ്ട്സ്, എം ക്രാഫ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്കാർഫ് ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടപ്പെടുത്തേനും എല്ലാവരും പറഞ്ഞു. ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നു. കുറേ പേര് എനിക്ക് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാരണം ഒരാളിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിത് ട്രൈ ചെയ്യുന്നത് നോക്കാൻ പോവാ, നല്ല രസമുണ്ടെന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സപ്പോർട്ടൊക്കെ ഇനിയും ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. കാരണം കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജാണ് അയച്ച്. കമൻറ്റ് ബോക്സിൽ വീഡിയോയുടെ താഴെ വന്നിട്ടും കൂടി കമൻറ്റ് ഇടുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രോഷേ ഹെയർ ബാൻഡ് ആണ്. അതായത് ക്രോഷേ ചെയ്ത് തുടങ്ങുന്ന ഒരാൾക്ക്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു ഡയലോഗാണ് ഇത്. കാരണം അത് ശരിയാണ്. ക്രോഷേ ചെയ്ത് തുടങ്ങുന്ന ഒരാൾക്ക് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ ഈ വീഡിയോസിലെല്ലാം കൂടുതൽ കാണിക്കാറ്. അപ്പം ഇന്നത്തെ വീഡിയോയും അത് തന്നെയാണ്. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹെയർ ബാൻഡ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ ഹെയർ ബാൻഡ് ചെയ്യാൻ എടുത്തത് വെറും 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ്, അതായത് 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട്. ആകെ ചെയ്തത് സിംഗിൾ ക്രോഷ്യം, ഹാഫ് ഡബിൾ ക്രോഷ്യം മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന നൂലെന്ന് പറയുന്നത് ഒരു അക്രിലിക് ആയിട്ടുള്ള നൂലാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഏത് നൂലാണോ നമ്മുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഹുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് 5mm ക്രോഷേ ഹുക്കാണ്. ഓക്കെ, പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ക്രോഷേ ഹുക്ക് എവിടുന്നാണ് വാങ്ങിക്കാൻ കിട്ടുന്നതെന്ന്. ഞാൻ ഹുക്കിൻ്റെയും ഞാണിൻ്റെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി ഒന്ന് കാണുക. അതല്ലാതെ ഞാനിപ്പോൾ പറയാം. ഹുക്ക് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിലും അല്ലെങ്കിൽ ലേഡീസ് സ്റ്റോറിലും ഒക്കെ ചോദിച്ചാൽ കിട്ടും. കാരണം സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള എല്ലായിടത്തും ഈ സാധനമുണ്ട്. അല്ലെങ്കിൽ അവിടെ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ആമസോണിലുണ്ട്. ക്രോഷേ ഹുക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പോൾ അത് കിട്ടും. ഒരു പാക്കറ്റായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഓരോന്നായിട്ട് നമുക്ക് കിട്ടും. ബേസിക് ആയിട്ടുള്ള ഇപ്പം തുടക്കക്കാർക്കാണെങ്കിൽ ഒരു 4mm ഒക്കെ ക്രോഷേ ഹുക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് 4mm ആണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കൂടുതലും 4mm ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഹെയർ ബാൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഹെയർ ബാൻഡ്സ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പല വെറൈറ്റീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു ബട്ടൺസ് വെച്ചിട്ടുണ്ട്. അത് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല വെച്ചിരിക്കുന്നത്, അതിൻ്റെ പുറകെ വേറൊരു ട്രിക്കും കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തിനാണ് ഈ ബട്ടൺസ് വെച്ചിരിക്കുന്നത്, ബട്ടൺസ് വെച്ചുള്ള പ്രയോജനങ്ങൾ കുറേ ഉണ്ട്. അതെന്തിനാന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നമുക്ക് ഈ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനകത്ത് ബട്ടൺസും കൂടി ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഹെഡ് ഒന്ന് മെഷർ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലൂസ് ആയിപ്പോവും, ചിലപ്പോൾ ടൈറ്റ് ആയിപ്പോവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും മെഷർ ചെയ്ത് നോക്കുക. മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശരിക്കും ഈ ക്രോഷേ ചെയ്യുമ്പോഴത്തേനും സ്ലിപ്പ് നോട്ടും ചെയിനും ഇട്ടിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്, സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും. മാജിക് സർക്കിൾ അല്ലാതെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ആദ്യം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. ഞാൻ കാണിച്ചു തരാം, സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം. ആദ്യം ഒന്ന് സ്ലിപ്പ് നോട്ട് ഇടുക. പിന്നെ ആണല്ലോ നമ്മൾ ചെയിൻ ഇടുന്നത്. അതായത് നമുക്ക് എത്ര ചെയിനാണോ വേണ്ടത് അതാണല്ലോ നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കുറേ ആദ്യം ഒരു 10-20 അല്ലെങ്കിൽ ഒരു 10 എണ്ണം ചെയ്യുക. 10 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ 10 ചെയിൻ ഇട്ടെന്ന് വെച്ചു. 10 ചെയിൻ ഇട്ടിട്ട് നമ്മൾ ഒന്ന് മെഷർ ചെയ്യണം. മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചെയിൻ തന്നെ വെച്ചിട്ട് ഈ നൂലിങ്ങനെ എടുത്തിട്ട് നമ്മുടെ അടിയിൽ കൂടി വെച്ച് ഇങ്ങനെയൊന്ന് നോക്കണം. അപ്പം നമുക്ക് എത്ര നീളം വേണോ, ഇത്രയും, എനിക്ക് ഇത്രയുമാണ് വന്നത്. അപ്പം ഇത്രയും ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് വന്നത്. അപ്പം അത്രയും ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഹെഡ് മെഷർ ചെയ്യുന്നത്. അങ്ങനെ മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ബാക്കി ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം എങ്ങനെയാണ്. ഞാൻ എങ്ങനെയാണ് ഹെഡ് മെഷർ ചെയ്യാമെന്നൊന്ന് കാണിച്ചോ. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എങ്കിൽ പോലും കറക്റ്റായിട്ട് വരണമെങ്കിൽ, നല്ല ഫിറ്റായിട്ട് ഇരിക്കണമെങ്കിൽ, ലൂസായി പോവാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹെഡ് ഒന്ന് മെഷർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഹെയർ ബാൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ എനിക്ക് ആവശ്യമുള്ള ചെയിൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. അതിനുശേഷം ഞാൻ 60 എണ്ണം ഇട്ടിട്ടുണ്ട്. എനിക്ക് 65, എനിക്ക് 65 വേണ്ടത്. 65 ചെയിൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്കാർഫിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇത് ട്വിസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഇതിനെ ഒന്ന്
ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ആദ്യം ചെയ്തതിലേക്ക് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇതാണ് നമ്മുടെ ആദ്യം ചെയ്ത ചെയിന്. അതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ തന്നെ വരണം. ഇത് മൊത്തം വി ആയിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെയാണ് അത് ട്വിസ്റ്റ് അല്ല എന്ന്, അതായത് തിരിഞ്ഞു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയാണ് അപ്പം എൻ്റെ ഹെഡ് സൈസ് വരുന്നത്. അപ്പം നിങ്ങൾ എത്രയാണോ മെഷർ ചെയ്താൽ ഇത് റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ, അതായത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഹെഡ്, ഇതൊന്ന് വേണമെങ്കിൽ ഹെഡിൽ വെച്ച് നോക്കിയാലും മതി, കറക്റ്റാണെന്ന് അറിയാം. ഇല്ലെങ്കിൽ അഴിച്ചിട്ട് ചെയിൻ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഇട്ട സ്റ്റിച്ചുകളില്ലേ, ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചല്ലേ ഇത്, ഈ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. സോറി, സിംഗിൾ ക്രോഷേ അല്ല, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അതായത് ഇങ്ങനെ ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഹുക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്. ഇതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ ഇറക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് 3 എണ്ണം വരും. ആ 3 എണ്ണത്തിലേക്ക് കൂടി ഇങ്ങനെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഇതാണ് ഒരു സിംഗിൾ ക്രോഷേ ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. സോറി, ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നമ്മൾ ഈ റൗണ്ട് മുഴുവൻ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അതായത് ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ചിലേക്ക് ഇറക്കുക. ഓക്കെ. എന്നിട്ട് ഇവിടെ 3 എണ്ണം വരും. 3 ലൂപ്പിലേക്ക് ഇങ്ങനെ ഇറക്കുക. സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷയുടെ എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ താഴെ പോയി കാണുക, അല്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ഇവിടെ ഐ ബട്ടണും കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഈ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷേ തന്നെ മൊത്തം ചുറ്റിനും ചെയ്യുക. അതായത് നമ്മൾ 65 സ്റ്റിച്ചിട്ടുണ്ട്. ആ 65 സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ? അത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇത് ഞാൻ ഹാഫ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? മൊത്തം ഹാഫ് ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് ലാസ്റ്റ് വരെ ഞാൻ എത്തിയിട്ടുണ്ട് നമ്മുടെ. ഓക്കെ, ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ ചെയിൻ ഏതാണോ, ആദ്യത്തെ ചെയിൻ ഉണ്ടല്ലോ, ആ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ അല്ല, ആദ്യം നമ്മൾ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷേ, അതിലേക്കൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ 1, അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൽ, തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഇപ്പം ചെയ്ത പോലെ തന്നെ അത് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനിയും ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ചിലെ ഈ അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അതായത് നമ്മൾ ഇവിടെയാണ് ചെയ്തത്, ഇനി ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷേ തന്നെ ചെയ്യുക. ഓക്കെ. ഇനിയും ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ചെയ്തല്ലോ, ആ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഈ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തില്ലേ, ഇനിയും ഇങ്ങനെ എടുത്തിട്ട് ആ സ്കിപ്പ് ചെയ്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്യും. അതായത് ഇതാണ് സ്കിപ്പ് ചെയ്ത സ്റ്റിച്ച്, അതായത് ഇതാണ് സ്കിപ്പ് ചെയ്ത സ്റ്റിച്ച്. ആ സ്കിപ്പ് ചെയ്ത സ്റ്റിച്ചിനുള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യും. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇനിയും ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ. ഇനിയും ചെയ്യേണ്ടത് ഈ സ്കിപ്പ് ചെയ്തെടുത്തോട്ട്, ഇതാണ് സ്കിപ്പ് ചെയ്തത്, ഇതാണ് നമ്മൾ സ്കിപ്പ് ചെയ്തതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇത് കണ്ടിന്യൂ ചെയ്യുവാണ് ഇനി ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. അതായത് അടുത്തത് ഇവിടെ നമ്മൾ ചെയ്തു, ഇനി ഇത് അടുത്തത് സ്കിപ്പ് ചെയ്യുക, ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ചെയ്യുക. നമ്മൾ യാൺ ഓവർ ചെയ്തു, സ്കിപ്പ് ചെയ്തു, അടുത്ത സ്റ്റിച്ചിലേക്ക് ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നമ്മൾ ആ സ്കിപ്പ് ചെയ്ത സ്റ്റിച്ചാണല്ലോ ഇത്, ആ സ്കിപ്പ് ചെയ്ത് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഈസി, ഇത്രേ ഉള്ളൂ. ഇനി ഇത് കംപ്ലീറ്റ് അതുപോലെ ചെയ്യുക. അതായത് അടുത്തത് സ്കിപ്പ് ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക, അതിന് മുമ്പിലത്തെ സ്കിപ്പ് ചെയ്തതിനുള്ളിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ പാറ്റേൺ.
ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതിനി കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ വരെ നമ്മൾ ചെയ്യാം. ദാ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പാറ്റേൺ തന്നെ ഇപ്പം ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ പാറ്റേൺ ആയിട്ട് വരുന്നത്, കണ്ടില്ലേ? അപ്പം അത് ഈ റൗണ്ട് ഫുൾ ചെയ്തു. ഇനി നമ്മുടെ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ നോക്കിയിട്ട് അതിലേക്ക് ആദ്യം ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റൗണ്ട് കൂടെ ഉള്ളൂ. ചെയിൻ 1 ഇടുക. എല്ലാ സ്റ്റിച്ചിലും ഇപ്പം ഇട്ട് ഈ എല്ലാ സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതായത് ഇതല്ലേ ഒരു ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ, അതുപോലെ മൊത്തം എല്ലാ സ്റ്റിച്ചിലേക്കും ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, എടുക്കുക. നമ്മുടെ ഇതിനകത്ത് 2 എണ്ണം കാണും. ഇങ്ങനെ ഇറക്കുക. അതായത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ. അതായത് ഇത് കണ്ടില്ലേ? അപ്പം ഈ റൗണ്ട് ഫുള്ളും ഇതുപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയാവും. സോറി, സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നമ്മൾ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇതാ ഞാൻ ഈ ലാസ്റ്റ് സ്റ്റിച്ച് വരെ നമ്മുടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ആദ്യത്തെ സ്റ്റിച്ചിലേക്ക്, അതായത് ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ ആദ്യം ചെയ്ത സ്റ്റിച്ച്. ആദ്യം നമ്മൾ ചെയ്യുമ്പം മറന്നു പോകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് അല്ലെങ്കിൽ സേഫ്റ്റി പെൻ വെച്ചിട്ട് അതിലൊന്ന് അടയാളപ്പെടുത്തി വെച്ചാലും മതി. അത്രേ ഉള്ളൂ. ഇത് കണ്ടില്ലേ? അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയായി. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെറൈറ്റീസ് പറയാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ സിംഗിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതിന് മുമ്പ് തന്നെ ആ രണ്ടാമത് ചെയ്ത റൗണ്ട് 1, 2, 3 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ ഇതിന്റെ വിഡ്ത്ത് അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എത്രമാത്രം വിഡ്ത്ത് വേണോ അതിനനുസരിച്ച് രണ്ടാമത്തെ റോ ചെയ്യുക. അതായത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, പിന്നെ അടുത്ത ബാക്കിലത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ റൗണ്ടില്ലേ അതിലേക്ക് അത് എത്ര എണ്ണം വേണോ അത്ര എണ്ണം ചെയ്തിട്ട് ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്ത് വരും. എനിക്ക് ചെറിയത് ചെയ്തേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടെ വിഡ്ത്ത് വേണമെങ്കിൽ ആ റൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വരെ ഇട്ടു. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഇതങ്ങ് ഒരു ചെയിനും കൂടി ഇട്ടുക. എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്യുക. അയ്യോ, കുറച്ച് നൂലിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഞാനിത് മറന്നുപോയി. ഇപ്പം ഇത് കുഴപ്പമില്ല, കുറച്ചുകൂടെ ഒന്ന് നൂലിട്ടിട്ട് കട്ട് ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തയ്ച്ച് വെക്കാൻ പറ്റും. തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ചിലപ്പം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് തയ്ച്ച് വെക്കാം. ഇനി അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക. അതുപോലെ ഇതൊന്ന് ഇവിടോട്ട് തയ്ച്ച് വെക്കുക. അത് ഞാൻ കാണിക്കണ്ടല്ലോ. അങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കുക. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്യുക, തയ്ച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ബട്ടൺസ് ആഡ് ചെയ്യുക. ബട്ടൺസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷെ ബട്ടൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം എന്താന്ന്. അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത വേറൊരു ഹെഡ് ബാൻഡാണ്. അതായത് കളർ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഇതിൽ ഞാൻ ബട്ടൺസ് ആഡ് ചെയ്തിട്ടില്ല. ഇതിലിനിയൊന്ന് ബട്ടൺസ് ആഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം സ്ഥലം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇത് സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ്, സെയിം. അപ്പം നമ്മുടെ ബട്ടൺസും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് കണ്ടോ? ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ പാറ്റേൺ. വേറൊരു കളർ വെച്ച് ചെയ്തിരിക്കുന്നത് ഇത്. അങ്ങനെ നമുക്ക് പല കളറിൽ ചെയ്യാം. ഇതിൽ ഞാൻ ബട്ടൺസ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ.
അങ്ങനെ നമുക്ക് പല കളറിൽ ചെയ്യാം. അപ്പം എല്ലാവർക്കും ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. സിംഗിൾ ക്രോഷേ ഒക്കെ ഞാൻ ചെയ്ത വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്രോഷേ ഹെയർ ബാൻഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ അറിയുവാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയും വേറെ കുറച്ച് ക്രോഷേ വർക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ.